ഏറെ നാളത്തെ സസ്പെൻസുകൾക്കൊടുവിലാണ് റായ്ബറേലിയിലും അമേഠിയിലും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. റായ്ബറേലിയിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ സന്തോഷത്തോടെയാണ് വരവേറ്റത്. ഏതായാലും രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ കൂടി പത്രിക സമർപ്പിച്ചത് കേരളത്തിലും ചൂടേറിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഇതര പാർട്ടി നേതാക്കളിൽ ചിലർ കുറ്റപ്പെടുത്തിയും വിമർശിച്ചും രംഗത്ത് വന്നപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പക്ഷേ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സ്വാഗതം ചെയ്തു. രാഹുൽ ഉത്തർപ്രദേശിലും മത്സരിക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായി എന്ന് പറയുന്നവർ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ജയിക്കുമെന്നല്ലേ വ്യക്തമാക്കുന്നത് എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ മറുചോദ്യം. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ UDF സ്ഥാനാർത്ഥി വിജയിക്കും. 4-5 ലക്ഷം ഭൂരിപക്ഷം കിട്ടുന്നിടത്ത് മറിച്ചൊന്നും സംഭവിക്കില്ല. റായ്ബറേലിയിൽ രാഹുൽ ജയിച്ചതിന്റെ സന്തോഷത്തിൽ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കൂടുമെന്നും കുഞ്ഞാലിക്കുട്ടി പറയുകയുണ്ടായി. റായ്ബറേലിയിൽ രാഹുൽ ജയിച്ചാൽ ആഘോഷം വയനാട്ടിൽ നടക്കും. ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം കിട്ടും. 2014 നിന്ന് വലിയ വ്യത്യസ്തമാണ് 2024 ജനങ്ങൾ ബോധവാന്മാരാണ്. മതസൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടത് ജനങ്ങൾ ചെയ്യും. ഈ നിലപാട് പറയാൻ ഒരാളെ കൂടി അയക്കാൻ അവസരം കിട്ടിയാൽ ജനങ്ങൾ അത് ചെയ്യുമെന്നും കുഞ്ഞാലിക്കുട്ടി വളരെ ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞത്. അതേസമയം മറ്റു മണ്ഡലത്തിൽ കൂടി മത്സരിക്കാനുള്ള തീരുമാനം വോട്ടർമാരിൽ നിന്ന് മറച്ചുവെച്ചത് ശരിയായില്ലെന്നാണ് വയനാട്ടിലെ ഇടതു സ്ഥാനാർത്ഥി ആനി രാജ പ്രതികരിച്ചത്. രാഹുൽ ഭീരുവാണെന്നും രാഹുൽ വയനാടിനെ വഞ്ചിച്ചുവെന്നുമായിരുന്നു NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രന്റെ മറുപടി. എന്നാൽ KC വേണുഗോപാലിന്റെ പ്രതികരണം വ്യത്യസ്തമായിരുന്നു. കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്തിരുന്നു. ദേശീയ അധ്യക്ഷനെ അന്തിമ തീരുമാനമെടുക്കാൻ നിയോഗിച്ചു. പാർട്ടിയുടെ തീരുമാനം രാഹുൽ അംഗീകരിക്കുകയാണുണ്ടായത്. റായ്ബറേലിയിലും അമേഠിയിലുമെല്ലാം കോൺഗ്രസിന് പ്രധാനമാണ്. എന്നാൽ ഇന്ദിരാഗാന്ധി പ്രതിനിധീകരിച്ച മണ്ഡലമായതിനാൽ റായ്ബറേലിയുമായി പ്രത്യേക വൈകാരിക ബന്ധം കോൺഗ്രസിനുണ്ട് എന്നായിരുന്നു KC വേണുഗോപാൽ പറഞ്ഞത്. ഇതിനിടയിൽ റായ്ബറേലിയിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കേരളത്തിലെ CPI ഘടകം രംഗത്തു വന്നിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി CPI മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയെ പിന്താങ്ങുന്നുവെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രഖ്യാപിച്ചത്. എന്നാൽ വയനാട്ടിൽ എന്തുകൊണ്ടാണ് രാഹുലിനെ പിന്തുണയ്ക്കാത്തത് എന്നതിന്റെ കാരണം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. കേരളത്തിലെ കോൺഗ്രസിന് രാഷ്ട്രീയമില്ലെന്നും CPIക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നുമായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രചരണങ്ങളാണ് BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ അഴിച്ചുവിട്ടത്. രാഹുൽ വടക്കേ ഇന്ത്യയിൽ നിന്നും ഒളിച്ചോടിയെന്നും BJPയെ നേരിടാൻ ഭയമായതിനാലാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്നുമായിരുന്നു പ്രധാന ആക്ഷേപം. ഏതായാലും രാഹുൽ സ്ഥാനാർത്ഥിയായതിൽ കോൺഗ്രസിൽ തന്നെ വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് കേൾക്കുന്നത്. അതേസമയം ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രമാകാൻ ഉത്തർപ്രദേശിലും രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് നേരത്തെ കോൺഗ്രസിൽ ആവശ്യമുയർന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചത്. ഇതുവരെ സോണിയാഗാന്ധിയായിരുന്നു റായ്ബറേലി MP. നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള പ്രമുഖരെല്ലാം മത്സരിച്ച മണ്ഡലമാണ് റായ്ബറേലി. 2004 മുതൽ സോണിയാഗാന്ധിയാണ് ഇവിടെ ജയിച്ചത്. സോണിയ രാജ്യസഭയിലേക്ക് മാറിയതോടെയാണ് രാഹുൽ ഗാന്ധി റായ്ബറേലി സ്ഥാനാർത്ഥിയാകുന്നത്. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും രാഹുൽ വീണ്ടും അമേഠിയിലും മത്സരിക്കുമെന്ന് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും പ്രിയങ്ക മത്സരത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു.